നട്ട് നന്നായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. മല്ലി നട്ടിട്ട് ഉണ്ടാകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ലെ മല്ലി നട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കാണിക്കുന്ന രീതിയിൽ മല്ലി നട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിക്കുന്ന രീതിയിൽ നമ്മൾ നടുവാണെങ്കിൽ നിങ്ങൾക്ക് മല്ലി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഈ രീതി ഒന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കൂ കേട്ടോ. മല്ലി വാങ്ങിക്കുമ്പം എപ്പോഴും നമ്മൾ സീഡിനുള്ള മല്ലി തന്നെ വാങ്ങിക്കണം, എന്നാലേ നമ്മൾ മല്ലിയില കിട്ടുകയുള്ളൂ, ഇതുപോലെ മല്ലി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന മല്ലി ഉണ്ടല്ലോ, അങ്ങനെ ഉള്ള മല്ലി വാങ്ങിച്ച് നമ്മൾ പാകിയെങ്കിലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾ മല്ലിയൊക്കെ നട്ടിട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ സീഡിനുള്ള മല്ലി വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, പൂവുണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കായായിട്ട് നമുക്ക് മല്ലിയുടെ സീഡായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മല്ലി നടാൻ വേണ്ടിയുള്ള സീഡായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ഇതെന്താണെന്ന് മനസ്സിലായി, ഇതൊരു കടുകാണേ. എപ്പോഴും ഇത് ഇങ്ങനെ കടുക് 1-2 ഒക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് മുളച്ച് വരാറുണ്ട്. നിർത്തി കഴിയുമ്പോൾ നമുക്ക് കടുക് ചെറുതായിട്ട് കിട്ടും. ഇത് നമ്മുടെ മല്ലി എടുത്ത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് മല്ലിയുടെ വിത്തെന്ന് പറഞ്ഞെങ്കിൽ 2 വിത്തുണ്ട് അതിൻ്റെ അകത്ത്. ഇത് 2 ആക്കി എടുക്കാം. ഒരു ഇതുപോലത്തെ ഒരു സീഡെന്ന് പറഞ്ഞെങ്കിൽ 2 ഉണ്ട്. അപ്പം നമുക്കതുകൊണ്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുവാണെങ്കിൽ 2 കിട്ടും. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയായിരിക്കും ഇത്. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു കുറേ നാൾ വർഷമൊന്നും പാടാം കേട്ടോ, 5-10 വർഷം മുമ്പിൽ ഇങ്ങനെ ഒരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇതാണ് മല്ലിയുടെ സീഡ് ആണിത്, നീ നിലത്തിട്ടിട്ടൊന്ന് ചവിട്ടണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ ഇത് നിലത്തിട്ട് ചവിട്ടണമെന്ന് പറഞ്ഞതാണ്. അപ്പം എനിക്കത്ര അറിയത്തുമില്ല ഇതിനെപ്പറ്റി. ഒരു 10 വർഷമൊക്കെ മുമ്പിലാണ് എനിക്ക് വന്നത്. എന്നിട്ട് പിന്നെ ആരോണ്ട് പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായത്, ഇത് 2 സീഡാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഇത് പൊട്ടിക്കാനാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പൊട്ടിയത് വന്നത്. ഇതുപോലെ ഇത് കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ ഉണ്ടാകും കേട്ടോ. കുറച്ച് വെള്ളത്തിൽ നനച്ചിട്ട് വേണമെങ്കിൽ വയ്ക്കാം, അല്ലാതെ ഇതുപോലെ കൊണ്ടുപോയാണെങ്കിലും ഇടാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഇത് കൊണ്ടുപോയി നടാൻ പോവുകയാണേ. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ തന്നെ അങ്ങ് ഇട്ടെങ്കിലും കുറച്ച് സമയം എടുക്കുമെന്നുള്ളൂ ഇത് മുളച്ച് വരാൻ വേണ്ടി. ഇത് മുളച്ച് വരുമൊക്കെ ചെയ്യും. നമ്മളിതുപോലെ ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ ഒരു 3-4 വെച്ച് ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് താഴ്ചയുള്ള കുഴി കുത്തരുത്. നമ്മൾ വളരെ കുറച്ച്, ഒരുപാട് താഴ്ച വേണ്ട കേട്ടോ, കുറച്ച് താഴ്ച മതി. അതായത് നമ്മളൊരു വിരലിനൊന്ന് കുഴിക്കാവുന്ന പോലെ ചെറിയ കുഴി കുഴിച്ചാൽ മതി. അതുപോലെ ഒരുപാട് വലിയ കുഴി കുഴിക്കേണ്ട, നമുക്കൊരു ചെറിയത് ഇതുപോലെ ഒന്ന് മാന്തിയിട്ട് ഒരു വിരൽ കൊണ്ടൊന്ന് മാന്തി ഒന്ന് വെച്ചാൽ മതി. 5-6 ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. അതെന്ന് വെച്ചെങ്കിൽ ഈ മല്ലിയൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഒരെണ്ണത്തെ താങ്ങിയാണ് ഒരെണ്ണം നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ഓരോന്ന് ഇട്ട് കൊടുത്താൽ കുഴപ്പം അതിന് ഉണ്ടായി വരുമ്പോഴേ നിൽക്കാനുള്ള ശക്തി കിട്ടത്തില്ല. ഇത് ഒരെണ്ണത്തെ താങ്ങി ഒരെണ്ണം നിന്നോളൂല്ലോ, 5-6 ഒരുമിച്ചിട്ട് കൊടുത്താൽ. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഇട്ട് കൊടുത്ത് ഈ കോഫി ഗ്രൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് ഒച്ചുകളുടെ ശല്യം കുറയും ഈ കോഫി ഗ്രൗണ്ട് ഇട്ട് കൊടുത്തെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഈ കോഫി ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടാണെങ്കിലും കോഫി ഷോപ്പുകളിൽ ചെന്നാൽ കിട്ടും. അത് മേടിച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം കുറച്ച് കുറയും. അപ്പോൾ ഇതാണ് കോഫി ഗ്രൗണ്ട്. ഇതുപോലെ ഒരു ബാഗിലാണ് നമുക്ക് കോഫി ഗ്രൗണ്ട് കിട്ടുന്നത് കേട്ടോ. കോഫി ഷോപ്പുകളിൽ ചെന്ന് നോക്കിയെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബാഗിൽ കോഫി ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ഈ കോഫി ഗ്രൗണ്ടാണ് ഞാൻ ഈ ചെടികളുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 ആഴ്ച കഴിഞ്ഞ മല്ലി തൈകളാണ് കേട്ടോ. ഇത് മല്ലി തൈകൾ 4 ആഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമുക്കിത് പറിച്ചെടുക്കാറാകുമ്പോഴത്തേക്കും ഞാൻ അടുത്ത ഒരു ചട്ടിക്കകത്ത് കുറച്ച് ഇതുപോലെ കൊണ്ടുപോയി പോകും. അപ്പം നമുക്ക് അടുത്ത 4 ആഴ്ച ആകുമ്പോഴത്തേക്കും ഇത് കിട്ടും.